Download now. CC Learning app. ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ ആദ്യം തന്നെ എല്ലാവരും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. വരാൻ പോകുന്ന കേരള ലോ എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചുള്ള ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ മോക്ക് ടെസ്റ്റുകളും ക്യൂസുകളും എല്ലാം തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സോ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഏതൊരു നിമിഷവും ഈ ഒരു മെയ് മാസം തന്നെ എന്ത് ചെയ്യാം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ ആയിരിക്കും ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് പോവുകയാണ്. 3 വർഷ LLBയുടെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകും. നമുക്ക് LLB 5 വർഷമുണ്ട്, 3 വർഷമുണ്ട്. +2 കഴിഞ്ഞ ഉടനെ ഉള്ളതാണ് 5 വർഷം LLB. 3 ഇയർ LLB എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള LLB ആണ് 3 ഇയർ LLB എന്ന് പറയുന്നത്. ഇതിൻ്റെ അക്കാഡമിക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മസ്റ്റ് ബി എ ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് വേണം, ഒരു ഗ്രാജുവേഷൻ വേണം. മിനിമം മാർക്ക് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് 45% മാർക്ക് വേണം. ഇനി നിങ്ങളൊരു ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ SC/BC കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ടുള്ള ആളാണെങ്കിൽ അവിടെ 42% മാർക്ക് മതി. നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല. അതിപ്പോൾ BTech ആയാലോ 3 ഇയർ ഡിഗ്രി ആയാലോ അല്ലെങ്കിൽ MBBS ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു 3 ഇയർ ഡിഗ്രിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ SC/ST കമ്മ്യൂണിറ്റി ആണെങ്കിൽ 40% മതി. അതോടൊപ്പം തന്നെ നോ റൗണ്ടിങ് ഓഫ് പെർസെൻറ്റേജസ് അലൗഡ്. അതായത് നിങ്ങൾക്ക് 42.33 ആണെങ്കിൽ 42 എടുക്കുകയുള്ളൂ. അങ്ങനെ റൗണ്ടിങ് ഓഫിന്റെ പരിപാടി ഇവിടെ ഇല്ല. അതായത് ആ കൃത്യം പെർസെൻറ്റേജ് മാത്രമേ അവിടെ എടുക്കുകയുള്ളൂ. ഇനി ഏജ് നോക്കുകയാണെങ്കിൽ നോ ലോവർ ഏജ് ലിമിറ്റ്. ഇതിനൊരു ലോവർ ഏജ് ലിമിറ്റ് ഇവിടെ പറയുന്നില്ല. അതേസമയം അപ്പർ ഏജ് ലിമിറ്റിന്റെ കാര്യമാണെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റ് ഈ സബ്ജക്റ്റ് ടു പെൻഡിങ് സുപ്രീം കോടതി ഡിസിഷൻ. അതായത് സുപ്രീം കോടതി ഡിസിഷൻസിനെ ബേസ് ചെയ്താണ് ഇവിടെയുള്ള അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പൊതുവെ 3 ഇയർ LLBക്ക് അങ്ങനെ അപ്പർ ഏജ് ലിമിറ്റ് അങ്ങനെ പറയാറില്ല. പ്രായമായവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പരീക്ഷയാണ്. 40 വയസ്സിന് മുകളിലവരും 50 വയസ്സിനുള്ളവരും ഈവൻ 60 വയസ്സിന് മുകളിലുള്ളവർ തന്നെ എഴുതുന്ന ഒരു പരീക്ഷയാണ് കേരള ലോ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. ഇനി മറ്റേ ഒരു ഇതിന്റെ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നേറ്റിവിറ്റി വേണം. ഓപ്പൺ ടു ഇന്ത്യൻ സിറ്റിസൺസ്, അതായത് ഒരു ഇന്ത്യക്കാർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അതോടൊപ്പം തന്നെ ഹവർ റിസർവേഷൻ ആൻഡ് ഫീ കൺസെഷൻസ് ആർ സ്ട്രിക്ട്ലി ലിമിറ്റഡ് ടു കാൻഡിഡേറ്റ്സ് ഓഫ് കേരള ഒറിജിൻ. അതായത് ഫീ കൺസെഷനും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയുള്ള സംവരണ ആനുകൂല്യങ്ങളും എല്ലാം കേരളത്തിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അതായത് സംവരണ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ അയാൾ SC മാത്രം ആയിക്കൂടാ, അദ്ദേഹം കേരളത്തിൽ തന്നെ താമസിക്കുന്ന ഒരാളാവണം. അതിനാണ് ഇവിടെ നേറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ എക്സാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് 2 മണിക്കൂറുള്ള ഒരു എക്സാമാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 120 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എക്സാമിൽ. ഇതിന്റെ മാർക്കിംഗ് സ്കീം നോക്കുകയാണെങ്കിൽ ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്കായിരിക്കും. അതോടൊപ്പം തന്നെ ഓരോ ശരി അല്ലാത്ത ഉത്തരം അല്ലെങ്കിൽ തെറ്റ് ഉത്തരത്തിന് -1 മാർക്കായിരിക്കും ഇവിടെ ഉണ്ടാകുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഇത്. ഓക്കെ, നമ്മൾ സാധാരണ MCQ പരീക്ഷയാവില്ല. ഇനി മറ്റൊരു ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഏരിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നോക്കുകയാണെങ്കിൽ ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടി ഈ ഒരു എക്സാമിന്റെ പാർട്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പുതിയൊരു ഡൊമൈനിലേക്കാണ് പോകുന്നത്. സോ ആ വരാൻ പോകുന്ന ഡൊമൈനെ പറ്റിയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിലും അതോടൊപ്പം SC/BC കാറ്റഗറിയിലും പെട്ടവർക്ക് 900 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. SC ആൻഡ് ST കാറ്റഗറിയിൽ പെട്ടവർക്ക് 450 രൂപയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ. വീണ്ടും പറയുന്നു, നിങ്ങൾ കേരളത്തിൽ നേറ്റിവിറ്റി ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ഫീ കൺസെഷൻ അതോടൊപ്പം തന്നെ റിസർവേഷൻ ഇവിടെ ലഭിക്കുന്നുള്ളൂ. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ സമയത്ത് ഏതൊരു എക്സാമിനും ഉള്ളതുപോലെ തന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ യു മസ്റ്റ് ബി അപ്ലോഡ് ദി ഫോളോവിങ് ഡ്യൂറിംഗ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്. നോക്കി പ്രൂഫ് ഓഫ് നാറ്റിവിറ്റി അല്ലെങ്കിൽ നാഷണാലിറ്റി ലൈക്ക് പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഓർ SL സർട്ടിഫിക്കറ്റ്. നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരാളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേറ്റിവിറ്റിയുടെ സോഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം. അതിപ്പോൾ പാസ്പോർട്ട് ആവാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ SL സർട്ടിഫിക്കറ്റ് ആവാം. അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജനന തീയതി കാണിക്കാൻ വേണ്ടിയിട്ട് SLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ കാസ്റ്റ് കമ്മ്യൂണിറ്റി, നിങ്ങളിപ്പോൾ സംവരണം വേണ്ട ഒരു കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ അത് സംവരണം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തെളിയിക്കേണ്ട സർട്ടിഫിക്കറ്റുകളാണ്. അത് തഹസിൽദാരുടെ കയ്യിൽ നിന്ന് SC/ST കമ്മ്യൂണിറ്റികളുടെ നിന്ന് വാങ്ങണം. ഇനി നോൺ ക്രീമി ലെയർ
സർട്ടിഫിക്കറ്റ് SCBC അല്ലെങ്കിൽ OEC കമ്മ്യൂണിറ്റി പെട്ടവർക്കുള്ളതാണ് ഒരു നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. അതും ഈ ഒരു അവസരത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം, അത് ഹാജരാക്കണം. ഇനി മറ്റുള്ള നോക്കുകയാണെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യണം, ഒരു PDF ഫോർമാറ്റിലാണ്. 10 KB-ക്കും 500 KB-ക്കും ഇടയിലായിട്ട് വേണം ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇനി EWS കാറ്റഗറിയിൽ പെട്ടവർക്കാണെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട രേഖകൾ അവിടെ സമർപ്പിക്കണം. ഇനി സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതായത് ഫോർ ഫിഷർമാൻസ് ചിൽഡ്രൻ, ഇൻമേറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹോംസ് ഓഫ് ഓർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അങ്ങനെയുള്ള സ്പെഷ്യൽ സർട്ടിഫിക്കറ്റുകളും എന്ത് ചെയ്യണം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ കേരള ലോ എൻട്രൻസ് എക്സാം വരാൻ പോവുകയാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ എൻട്രൻസ് അക്കാഡമി നല്ല ഒരു പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള എക്സാമുകൾ ഉണ്ടായിരിക്കും, ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങളെ മോട്ടിവേറ്റ് ആക്കുന്ന സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ഇനി വരാൻ പോകുന്ന CLE എക്സാം നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ചെയ്യാം. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ലോ അക്കാഡമീസിലോ അല്ലെങ്കിൽ ലോ കോളേജുകളിലോ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. സോ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 9249089280 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ആ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് എന്നത് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെയുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു എക്സാം ട്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.